സംസ്ഥാനത്തെ സ്വാശ്രയ MBBS പ്രവേശനത്തിന് 85% സീറ്റിലും ഫീസ് 5.5 ലക്ഷം രൂപയാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായി. ഭീമമായ വർധനയ്ക്കെതിരെ ആഞ്ഞടിച്ച് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. ഫീസ് വർധന ജസ്റ്റിസ് R രാജേന്ദ്രബാബു കമ്മിറ്റി ശുപാർശയാണെന്ന് പറഞ്ഞ സർക്കാർ മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് VS കുറ്റപ്പെടുത്തി. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടിനിൽക്കുന്നതായ പ്രതീതി ഉണ്ടാക്കും. സാധാരണക്കാരായ കുട്ടികളെ ബാധിക്കുന്ന വർധന പിൻവലിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. എന്നാൽ തീരുമാനം ഫീസ് നിർണയ സമിതിയുടേതാണെന്ന നിലപാടെടുത്ത് ആരോഗ്യമന്ത്രി KK ശൈലജ തലയൂരി. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിച്ചിരിക്കുന്നത്, കമ്മിറ്റിയാണ്. തീരുമാനം ഫീസ് നിർണയ സമിതിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ സർക്കാർ ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരവ് ചെലവ് കണക്ക് കൊടുത്താൽ വീണ്ടും കൂട്ടിക്കൊടുക്കാമെന്നുള്ള ഉറപ്പും അതിനകത്ത് പറയുന്നുണ്ട്. MBBS ഫീസ് വർധനയോടെ ഇടത് സർക്കാരിന്റെ കൂറ് സ്വാശ്രയ മാനേജ്മെന്റുകളോടാണെന്ന് വ്യക്തമായതായി AIYF ആരോപിച്ചു. സ്വാശ്രയ മാനേജ്മെന്റുകളോടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് വിധേയത്വം. കേരളത്തിലെ വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തിനോടുമല്ല എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അത് ശരിവയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. വർധന അന്യായമാണെന്ന് ആരോപിച്ച് SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതിനോടകം രംഗത്തെത്തിക്കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.